ബ്ലൈൻഡേഴ്സ് ദ ഇമോർട്ടൽ മാൻ കണ്ടു ഒരു ഇമോഷണൽ എന്താ പറയുക എന്റർടൈൻമെന്റ് പീക്ക് എന്ന് പറയില്ലേ, അതാണ് ഈ സിനിമ. വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഇന്ന് റിവ്യൂ പറയാൻ പോണത് ലെജൻഡറി സീരീസ് ആയിട്ടുള്ള പീക്കി ബ്ലൈൻഡേഴ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുള്ള പീക്കി ബ്ലൈൻഡേഴ്സ് ഇമോർട്ടൽ മാനെ കുറിച്ച് പറയാനാണ്. ആ സീരീസ് കണ്ടവർക്ക് ഇത് വളരെയധികം ഇമോഷണൽ ഒരു ട്രിബ്യൂട്ട് ആയിരിക്കും ഈ ഒരു സിനിമ. ഇതിന്റെ ഒരു എന്താ പറയാ, കീലിയൻ മർഫി, അക്ക, തോമസ് ഷെൽബി, ആളുടെ റിട്ടേൺ ടു ദ ബിഗ് സ്ക്രീൻ എന്ന് വിളിക്കാൻ പറ്റില്ല, OTT വാട്ട് എവർ. അത് ഒരു ഇമോഷണൽ പവർ ഹൗസ് പെർഫോമൻസ് ആണ് ആള് ഡെലിവറി ചെയ്തേക്കുന്നത്. ആ ക്യാരക്ടറിന്റെ സംഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള ട്രോമ, ഡിപ്രഷൻ, ട്രാജഡി ഒക്കെ അറിയാവുന്നവർക്ക് അത് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഇമോഷണൽ പീക്ക് മൊമെന്റ്സുകളാണ്. ഇതില് ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് കഥ കുറച്ചും കൂടി മാറി 1940 ഒരു വേൾഡ് വാർ 2 ജർമ്മനിയും ഇംഗ്ലണ്ടും തമ്മിൽ ബ്രൂട്ടൽ വാർ നടക്കുന്ന സമയത്താണ് ഇത് ഇവര് സെറ്റ് ഇട്ടേക്കുന്നത്. അതിന്റെ ഒരു ബ്രൂട്ടാലിറ്റി, ആ വാറിന്റെ കാര്യങ്ങളും മേക്കിംഗ് ഒക്കെ ഇതിൽ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ തോമസ് ഷെൽബി ഇപ്പൊ ക്യാരക്ടർ കുറച്ച് ഗാങ്സ്റ്റർ ലൈഫ് എന്നൊക്കെ വിട്ട് ഒറ്റയ്ക്കും ആളുടെ ലോയൽ ഫ്രണ്ട് ആയിട്ടുള്ള ജോണി ഡോഗ്സിനൊപ്പം ഒരു നോവൽ അത് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് റബേക്ക ഫെർഗൂസന്റെ ക്യാരക്ടർ വീണ്ടും റീ എൻട്രി ചെയ്യുന്നത്. റബേക്ക ഫെർഗൂസന്റെ ക്യാരക്ടർ ഒരു പുതിയതായിട്ട് കൊടുന്നതാണ്, അല്ല ക്യാരക്ടർ അല്ല, ആ റബേക്ക ഫെർഗൂസനെ. അപ്പൊ അത് എന്നിട്ട് ഒരു പിന്നെ ഉണ്ടാവണ കുറെ ഇമോഷണൽ സിറ്റുവേഷനുകൾ കാരണം തോമസ് ഷെൽബിക്ക് ബാക്ക് ടു ഗാങ്സ്റ്റർ ലൈഫിലേക്ക് വരേണ്ടി വരികയാണ്. മെയിൻ ആയിട്ട് ഇയാളുടെ മോനാണ് ഇപ്പോൾ ആ പീക്കി ബ്ലൈൻഡേഴ്സ് ഇപ്പോൾ ലീഡ് ചെയ്ത് പോണത്. അപ്പൊ അവർ തമ്മിലുണ്ടാവുന്ന ഒരു ഫാദർ സൺ ഡ്യൂയോയുടെ കോൺഫ്ലിക്റ്റും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടും ആ കാര്യങ്ങളാണ് ഇതിന്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ്. ഈ മോനായിട്ട് ഡ്യൂക്ക് ഷെൽബിയായിട്ട് വന്നേക്കുന്നത് ബാരി എന്ന് പറഞ്ഞ യങ് ആക്ടറാണ്. ആൾ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. റബേക്ക ആണെങ്കിൽ കൂടി ചില മൊമെന്റ്സ് ഒക്കെ മൈന്യൂട്ട് എക്സ്പ്രഷനോടിലാണ് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്. അത് ഇമ്പാക്ട്ഫുൾ ആണ്. പിന്നെ ഇതിന്റെ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റീഫൻ നൈറ്റ് തന്നെയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ല, ഡയലോഗ്സ് ആണെങ്കിലും ആ ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതിയാണെങ്കിലും പെർഫെക്റ്റ് ആണ്. ഡയറക്ട് ചെയ്തേക്കുന്നത് ടോം ഹാർപ്പർ ആണ്. ഇതിന്റെ മ്യൂസിക് നമുക്കറിയാം. മ്യൂസിക് ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ആ റിതം നഷ്ടപ്പെടുത്താത്ത ഒരു മൊമെന്റ്സിന് ആ ഒരു ട്യൂൺ കൊടുക്കുക. ഇതിൽ കുറെ വരികൾ, കുറെ ഇങ്ങനെ ചെറിയ എന്താ പറയുക സൗണ്ട് ട്രാക്കുകൾ ഉണ്ട്. ഓരോ വരികൾക്കും ഓരോ മീനിങ് ഫുൾ അർത്ഥങ്ങൾ ഈ സിറ്റുവേഷനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു പോക്കാണ് അതിന്റെ മ്യൂസിക്. എനിക്ക് തോന്നുന്നത് അടുത്ത ഓസ്കാറിൽ ചിലപ്പോൾ ഇതിന് സോങ്സിന് ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരാം, നോമിനേഷനെങ്കിലും കിട്ടിയെന്ന് വരാം. അതിനുള്ള സാധനം ഉണ്ട്. മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയാണ്. ചില ഫ്രെയിംസ് ഒക്കെ സിനിമാറ്റിക് മൊമെന്റ്സുകളാണ്, എക്സ്പ്ലോഷൻസ് ആണെങ്കിലും. പിന്നെ ഒരു മൊമെന്റ് ഇതിലുള്ളത് ഇങ്ങേരുടെ അതായത് കീലിയൻ മർഫിയുടെ ഒരു അഭിനയത്തിന്റെ ഒരു പീക്ക് മൊമെന്റ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എന്താ പറയാ പവർ ഹൗസ് പെർഫോമൻസ് എന്നൊക്കെ പറയില്ലേ, മാജിക്കൽ. അതായത് ഒരേ സമയം ദേഷ്യവും സങ്കടവും ഒരു പ്ലാനും എന്താ പറയാ ഒരു വാശിയും അല്ലെങ്കിൽ എല്ലാം കൂടി കലർന്നിട്ട് ഉള്ള ഒരു ഇമോഷൻസിൽ ആളൊരു നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും പറയാല്ല, വെറുതെ ഇങ്ങേരൊക്കെ ഓസ്കാറിൽ വെർത്തി ആക്ടർ എന്നൊക്കെ പറയണത്. ആ രീതിയിലുള്ള ഒരു ടെറിഫിക് ആയിട്ടുള്ള ഒരു സൂപ്പർ ഒരു റോൾ തന്നെയാണ്, അല്ല റോളല്ല പെർഫോമൻസ് ആണ് ഇതിലുള്ളത്. സപ്പോർട്ടിങ് ആക്ടർ ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാവരും നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീവൻ ഗ്രഹാം ആള് വരെ ഇതിലൊരു ചെറിയ റോളിൽ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞില്ല ഇതിന്റെ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ സീരീസ് കണ്ടവർക്ക് അറിയാം. ഇതൊരു സ്ലോ പേസിൽ എന്നാൽ നല്ല ഇന്റൻസ് ആയിട്ട് ബോൾഡ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ്. അതിന്റെ ഒരു സിനിമ ആകുമ്പോൾ അതേ ഫ്ലേവേഴ്സ് ഇതിലുണ്ട്. അത് ആ ഒരു ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു വളരെ നല്ലൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് എടുത്ത് കാണുക. നിങ്ങൾ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.